വിദ്യാമ്മേ, ഞങ്ങൾ പൊയ്ക്കോട്ടെ, ഞങ്ങളെ തടയില്ലേ? ശിവപ്രിയ മോൾക്കും പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ പൊയ്ക്കോളൂ. നടക്കുമോളെ. സുഗന്ധി വരുമോ വരത്തില്ലയോ എന്നുള്ള സംശയമായിരുന്നു ഞങ്ങൾക്ക്. സ്വാമിക്ക് ഇന്ന് മറ്റൊരു പൂജയ്ക്ക് പങ്കെടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് വരുന്ന വഴിയാ. നിങ്ങൾക്ക് ഈ വാഹനത്തിൽ പോവാ. നമ്മൾ നേരെ ആശ്രമത്തിലേക്കല്ലേ? അതെ അതെ, കേറിക്കോളൂ. സ്വാമി എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ ചെന്ന് യാത്രാക്ഷീണൊക്കെ മാറ്റാം. അപ്പൊ സുഗന്ധി വരുന്നില്ലേ? ഇല്ല, ഞാൻ അങ്ങ് എത്തിക്കോളാം. ആശ്രമത്തിലെ വണ്ടിയാ. അദ്ദേഹം നിങ്ങൾ അവിടെ എത്തിക്കും. അവര് സത്രം വിട്ടിറങ്ങിയല്ലേ? പേടിക്കണ്ട, ആ യാത്ര അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്തില്ല. ക്ഷുദ്രശക്തികളുടെ ബലിപീഠത്തിൽ അവരെത്തിയാൽ ലോകത്ത് ആസുരശക്തികളുടെ പ്രഭാവം വർദ്ധിക്കും. അതിനിട കൊടുക്കാതെ ആ ജീവൻ പരാശക്തിയിലേക്കും. ഈ യാത്രയിൽ ബാലികയിൽ രോഗാവസ്ഥ മൂർച്ഛിക്കും. തമോശക്തികളുടെ ബലിസ്ഥാനത്തേക്ക് അവൾ എത്തും മുമ്പ് തന്നെ ആത്മാവ് ശരീരത്തിൽ നിന്ന് മോക്ഷം പ്രാപിക്കും. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആദിപരാശക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തയാണവൾ. അവളിൽ നിന്ന് ആ ജീവൻ ആരും അപഹരിക്കില്ല. അസുരനോ യമധർമ്മനോ അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇതെന്റെ വാക്കാ. അരുത്, അത്തരം ചിന്തകൾ അനുചിതമാണ്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അചഞ്ചലമായ ഭക്തി കൊണ്ട് എനിക്കേറെ പ്രിയപ്പെട്ടവളാണവൾ. അവളുടെ ജീവൻ എന്ത് വില കൊടുത്തും ഞാൻ സംരക്ഷിക്കും. എന്റെ ബലിപീഠത്തിലെത്തും മുമ്പേ അവളെ കൊണ്ടുപോകാൻ കാലനെത്തിയല്ലോ. ഇല്ല, അവളെ നിനക്ക് ഞാൻ വിട്ടുതരില്ല. എന്താ എന്തു കിട്ടി? എന്താ ഇവിടെ നിർത്തിയത്? വഴിയിലെന്തോ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ये राम कष्ट
വന്നാലും ആ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരില്ല.